ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. പക്ഷെ ഈ കഥയുടെ ഉള്ളിൽ ഇന്ന് നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്. ലസ്റ്റ്, കാമം എന്ന് പറയുന്ന സമയത്ത് നമ്മളിൽ ഭൂരിഭാഗം പേരും ഇന്ന് നമുക്ക് ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ഒരു വികാരമായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്. പക്ഷെ അത് മാത്രമല്ല, ലെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കിട്ടണം, അനുഭവിക്കണം, സ്വന്തമാക്കണം എന്നുള്ള അതിശക്തമായ ആഗ്രഹം കൂടിയാണ്. ഇന്ന് പലർക്കും ലെസ്റ്റ് എന്ന് പറയുന്നത് ഫോൺ ആവാം, റീല് സ്ക്രോൾ ചെയ്യാനുള്ള ആഗ്രഹം ആവാം, മണി ആകാം, ഫെയിം ആവാം, ഫോൺ ആവാം, സ്ത്രീ ആവാം. നിങ്ങൾ ഒരു കാര്യത്തെ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് തന്നെ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യത്തെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് തന്നെ പോവാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഞാൻ രാധ എന്ന ഒരു സ്ത്രീയുടെയും യുവ സന്യാസിയുടെയും ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് വൈശാലി എന്നുള്ള ഗ്രാമത്ത് രാധ എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ അത്രയും സുന്ദരിയായിരുന്നു. അവിടുത്തെ വലിയ വലിയ രാജാക്കന്മാർ പോലും അവളെ കാണാൻ കൊതിക്കുമായിരുന്നു. അവൾക്ക് കൊട്ടാരം ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, സ്വർണമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം ഇല്ലായിരുന്നു, അതാണ് ഡിഗ്നിറ്റി. സമൂഹത്തിലുള്ള അഭിമാനം, അന്തസ് എന്നുള്ളത് അവൾക്കില്ലായിരുന്നു. ആളുകൾ പലപ്പോഴും അവളെ ഒരു പ്ലഷറിനുള്ള ഒരു വസ്തുവായിട്ട് കാണുമായിരുന്നു. കാരണം ആളുകൾ അവളുടെ സൗന്ദര്യം മാത്രമായിരുന്നു ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു ദിവസം അവൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് സന്യാസിമാർ താഴെ നടന്നു പോകുന്നത് കണ്ടു. എല്ലാവരും അവളെ കണ്ടപ്പോ ഒന്ന് നോക്കി. പക്ഷെ ഒരു യുവ സന്യാസി മാത്രം തല ഉയർത്തി പോലും നോക്കിയില്ല. അത് രാധയെ അതിശയിപ്പിച്ചു. അവൾ താഴേക്ക് വന്നു. തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവൾ ആ വ്യക്തിയെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചു. ഇല്ല, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് ആ സന്യാസി നടന്നുപോയി. അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, മഴക്കാലമാണ്, അടുത്ത 4 മാസത്തേക്ക് വരാനായിട്ട് പോകുന്നത്. സോ ഈ മാസങ്ങൾ നിങ്ങൾ ഇവിടെ താമസിക്കൂ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ആ ചോദ്യം കേട്ട് സന്യാസി ഉടൻ തന്നെ ഉത്തരം പറഞ്ഞില്ല. 1 മിനിറ്റ് ഒന്ന് സൈലന്റ് ആയി നിന്നതിന് ശേഷം സന്യാസി പറഞ്ഞു, ഞാൻ ഒന്ന് ബുദ്ധനോടുകൂടി എനിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്, ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. ഇതാണ് ആദ്യത്തെ ലെസൺ. ഒന്ന് പൗസ് എടുക്കുക. നമ്മൾ പലപ്പോഴും എമോഷൻ വരുന്ന ഉടനെ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ഫോൺ എടുക്കണം എന്ന് തോന്നും, ഉടനെ എടുക്കും. ദേഷ്യം വരും, ഉടനെ തന്നെ പറയേണ്ടതില്ലാത്തത് പറയും. ഒരു വ്യക്തിയുടെ പിന്നിൽ പോവാനോ ഒരു കാര്യം നേടിയെടുക്കാനോ ആയിട്ട് ആഗ്രഹം വരും, ഉടനെ തന്നെ അതിന്റെ പിന്നാലെ പോവാൻ തുടങ്ങും. പക്ഷെ ശക്തനായ മനുഷ്യൻ ആദ്യം ഒരു പൗസ് എടുക്കും. ആ ഒരു ചിന്ത വരുന്ന സമയത്ത് 10 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഒരു ചെറിയ ഇടവേള. ആ പൗസാണ് നമ്മളെ അടിമയാക്കുന്ന ശീലത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. സന്യാസി രാധയുടെ ക്ഷണം കേട്ടപ്പോ ഉടനെ യെസ് പറഞ്ഞില്ല. അവൻ ഒന്ന് ചിന്തിച്ചു. ദെൻ ബുദ്ധനോട് ചോദിച്ചു. അങ്ങനെ ബുദ്ധനോട് ചോദിച്ച സമയത്ത് ബുദ്ധൻ പറഞ്ഞു, നിനക്ക് പോകാം. ഇത് കേട്ട് മറ്റ് സന്യാസിമാർ ഷോക്കായി. എന്നിട്ട് അവര് ബുദ്ധനോട് പറഞ്ഞു, അവൾ അത്രയും സുന്ദരിയാണ്, ഇവൻ വീണു പോകും. പക്ഷെ ബുദ്ധൻ പറഞ്ഞു, അവന്റെ കണ്ണുകളിൽ ഞാൻ ഒരു അവയർനെസ് കണ്ടു. അവൻ വീണാൽ അവൻ ഇനിയും പ്രാക്ടീസ് വേണ്ടി വരും. പകരം അവൻ തിരിച്ചു വരികയാണെങ്കിൽ അത് എല്ലാവർക്കുമുള്ള വലിയ ഒരു ലെസൺ ആയിരിക്കും. അങ്ങനെ ആ ഒരു യുവ സന്യാസി രാധയുടെ കൊട്ടാരത്തിലേക്ക് താമസിക്കാൻ പോയി. ആദ്യത്തെ 2 ദിവസങ്ങൾ അവൾ അവനെ കാണാൻ പോലും വന്നിരുന്നില്ല. പക്ഷെ 3-ാമത്തെ ദിവസം വൈകുന്നേരമാവുന്ന സമയത്ത് ചായയുമായി അങ്ങോട്ടേക്ക് വന്നു. അവൾ അടുത്തിരുന്ന സമയത്ത് തന്നെ സന്യാസിയുടെ ഉള്ളിൽ മാറ്റങ്ങൾ തുടങ്ങുന്നുണ്ടായിരുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം ചെറുതാകുന്നു, മനസ്സ് ചിതറുന്നു. അവളുടെ അടുത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉയരുന്നു. പക്ഷെ ഈ ഒരു ആഗ്രഹത്തോട് അവൻ ഫൈറ്റ് ചെയ്തില്ല, പകരം അതിനെ ഒബ്സേർവ് ചെയ്തു. എന്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്, എന്റെ ശ്വാസം മാറുന്നുണ്ട്, എന്റെ മനസ്സ് മാറുന്നുണ്ട് എന്നുള്ളത് ആദ്യം അവൻ മനസ്സിലാക്കി. ഇതാണ് ലെസൺ നമ്പർ 2, സെൽഫ് അവയർനെസ്.
നമ്മള് ഒരു ഫീലിങ്സിനെ ശ്രദ്ധിക്കാതെ അതിൽ വീണു പോകുന്നതാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾക്കും ഫോൺ എടുത്ത് അഡൽട്ട് വീഡിയോസ് കാണണം, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കണക്ട് ചെയ്യണം, കോളിൽ സംസാരിക്കണം, വീഡിയോ കോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്ന സമയത്ത് ആദ്യം പറയുക, ഞാനിപ്പോ ബോർഡം ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കുള്ളിൽ അർജ് കൂടി വരുന്നുണ്ട്, എനിക്കിപ്പോ മെന്റലി ഒരു ഡിസ്ട്രാക്ഷൻ വേണം എന്ന് തോന്നുന്നുണ്ട്. ആ എമോഷന് ഒരു പേര് കൊടുത്ത് അതിനെ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പവർ കുറയാനായിട്ട് തുടങ്ങും. കാരണം അത് ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇമോഷൻ ആയിരിക്കില്ല, അതിനെ ഒബ്സേർവ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. സന്യാസി രാധയെ ദിവസവും കണ്ട് അവളുടെ ചിന്തകൾ അവന് കൂടുതലായിട്ട് തന്നെ വരാൻ തുടങ്ങി. അവൻ അതിനെ സപ്രസ് ചെയ്യാനും തുടങ്ങി. ഇത് വരരുത്, ഇത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ എത്രത്തോളം അവൻ സപ്രസ് ചെയ്യുന്നുണ്ടായിരുന്നോ അത്രത്തോളം അതിശക്തമായിട്ട് തന്നെ ആ ചിന്തകൾ വന്നു തുടങ്ങി. ഇതാണ് ലെസൺ നമ്പർ 3. നമ്മളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യരുത്. ഒരു കാര്യം ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ ആ കാര്യമായിരിക്കും നമ്മളുടെ മനസ്സിൽ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു കുരങ്ങന്റെ ചിത്രം വരരുത് എന്ന് പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പല നിമിഷങ്ങളിലും നിങ്ങളുടെ മനസ്സിൽ കുരങ്ങിന്റെ ചിത്രം വരുന്നുണ്ടാവും. ഒരു തോട്ട് വരരുത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ തോട്ട് കൂടുതൽ ശക്തമാവും. അതുകൊണ്ട് ഒരു ചിന്തയെ അടിച്ചമർത്താനായി ശ്രമിക്കരുത്. അത് കാണുക, അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ റീഡയറക്ട് ചെയ്യുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയാവുന്ന സമയത്ത് രാധ ഈ ഒരു സന്യാസിയുടെ മുറിയിലേക്ക് വന്നു. അപ്പോ ആ സമയത്ത് സന്യാസിക്ക് അത്രയും ടെംപ്റ്റേഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നു. അവിടെ തന്റെ എനർജി ആയിട്ട് ഫൈറ്റ് ചെയ്യാതെ ആ എനർജിയെ റീഡയറക്ട് ചെയ്തു, ശ്വാസത്തിൽ ഫോക്കസ് ചെയ്തു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ ഒരു കാര്യത്തിൽ അല്പനേരം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അവൻ തന്റെ മുറികൾ വൃത്തിയാക്കാനായിട്ട് പോയി, വസ്ത്രങ്ങൾ അടുക്കി വെക്കാനായിട്ട് പോയി. അതായത് തന്റെ എനർജിയെ മറ്റൊരു നല്ല കാര്യത്തിലേക്ക് ചാനലൈസ് ചെയ്തു. ഇതാണ് ലെസൺ നമ്പർ 4. നമുക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഒരു എനർജിയാണ്. ആ എനർജിയെ നല്ല ദിശയിലേക്ക് റീഡയറക്ട് ചെയ്യാൻ ശ്രമിക്കുക. അർജ് വരുന്ന സമയത്ത് നല്ലൊരു കൂട്ടുകാരനെ കാണാനായിട്ട് പോവുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക, ഗാർഡനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നടക്കാൻ പോവുക, എക്സസൈസ് ചെയ്യുക, പുഷപ്പ് ചെയ്യുക, റീഡ് ചെയ്യുക, അല്ലെങ്കിൽ കോൾഡ് ഷവർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്റെ പേഴ്സണൽ കാര്യത്തിൽ എന്റെയൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകളെ മാറ്റുന്ന ഒരു കാര്യമാണ് ഇൻഫോർമേഷൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളത്, കൂടുതൽ പഠിക്കുക എന്നുള്ളത്. ഞാനും പല കോച്ചിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും. അത് എന്നെ മെന്റലി മറ്റൊരു വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നുണ്ടാവും. സോ എനർജിയെ നമ്മൾ കുടുങ്ങിക്കിടക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും പഴയ ശീലത്തിലേക്ക് നയിക്കുന്നുണ്ടാവും. പക്ഷെ അതിനെ മറ്റൊരു തരത്തിലുള്ള മൂവ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ തന്നെ സ്ട്രെങ്ത് ആയി മാറും. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സന്യാസി ഒരു കാര്യം മനസ്സിലാക്കി. അവൻ ആ സ്ത്രീയെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. പക്ഷെ അവളെ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ അവന്റെ മനസ്സിൽ അവളുടെ ചിത്രം വലുതായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ രാധയോട് മനുഷ്യനായി നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ സൗന്ദര്യം മാത്രം കാണാതെ അവളുടെ വേദനയും കാണാൻ തുടങ്ങി. അപ്പോ അതിലൂടെ അവന്റെ അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങി, എമ്പതി വന്നു തുടങ്ങി. ഇതാണ് 5ാമത്തെ ലെസൺ. നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഫീലിംഗ് നിശ്ചയിക്കുന്നത്. ഫോണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള നമ്മളുടെ അട്രാക്ഷൻ കൂടുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ ഫോക്കസിനെ കവർന്നെടുക്കുന്ന ഒരു ട്രാപ്പ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നുണ്ടെങ്കിൽ ഫോണിലേക്കുള്ള നമ്മളുടെ അട്രാക്ഷൻ എന്നുള്ളത് കുറയുന്നുണ്ടാവും. ഫോൺ വീഡിയോസ് പ്ലഷർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്കുള്ള അട്രാക്ഷൻ കൂടും. പക്ഷെ അത് നമ്മളുടെ ഫോക്കസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, സക്സസ്, ഈ കാര്യങ്ങളെയൊക്കെ തകർക്കുന്ന ഒരു ട്രാപ്പ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് തന്നെ മാറി തുടങ്ങും. മീനിങ് മാറുമ്പോൾ ഫീലിംഗ് മാറി തുടങ്ങും. ഫീലിംഗ് മാറി തുടങ്ങുമ്പോൾ ആക്ഷൻ മാറും. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ സന്യാസിയുടെ ഡിസയർ എന്നുള്ളത് പൂർണ്ണമായും മാറിയിരുന്നില്ല.
പക്ഷെ അത് കുറഞ്ഞിരുന്നു. ആ എനർജിയെ അവൻ ഹയർ പർപ്പസിലേക്ക് നയിച്ചു. അങ്ങനെ ഇരിക്കെ അവൻ ചിന്തിച്ചു, മെഡിറ്റേഷൻ കൊണ്ട് എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ജീവിതം മാറാനും സഹായിക്കുമെന്ന്. അവൻ രാധയെ മനുഷ്യനായി കണ്ടുകൊണ്ട്, ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ പഠിപ്പിച്ചു. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു യുവ സന്യാസി ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ അവൻ വന്നത് തനിച്ചായിരുന്നില്ല. അവനോടൊപ്പം ഒരു തല മുണ്ടനം ചെയ്ത മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അത് രാധയായിരുന്നു. അവൾ തന്റെ കൊട്ടാരം, പണം, പ്രശസ്തി എല്ലാം ഉപേക്ഷിച്ച് മെഡിറ്റേഷനിലേക്ക് വന്നിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ ലെസൺ എന്താണ്? ശക്തനായ മനുഷ്യൻ ടെംപ്റ്റേഷനിൽ നിന്ന് ഓടുന്നവനല്ല, പകരം തന്റെ ഉള്ളിലെ ഫയറിനെ കാണുന്നവനാണ്. അതിനെ അടിച്ചമർത്താതെ ട്രാൻസ്ഫോം ചെയ്യുന്നവനാണ്. ഇന്ന് നിങ്ങൾക്കും അതേ കാര്യം ചെയ്യാം. ഫോൺ അഡിക്ഷൻ ആണെങ്കിലും, ലെസ്റ്റ് ആണെങ്കിലും, ആങ്കർ ആണെങ്കിലും ഒന്ന് പൗസ് ചെയ്യുക, പിന്നെ ഒബ്സർവ് ചെയ്യുക. സപ്രസ് ചെയ്യരുത്, എനർജി റീഡയറക്ട് ചെയ്യുക, മീനിങ് മാറ്റുക. ദെൻ അവസാനം ആ എനർജിക്ക് ഒരു പർപ്പസ് നൽകുക. നിങ്ങൾ ഒരു ബാഡ് ഹാബിറ്റ് മാത്രം നിർത്തിയാൽ പോരാ, നിങ്ങൾക്കായിട്ട് ഒരു സ്ട്രോങ് ഐഡന്റിറ്റി ബിൽഡ് ചെയ്യണം. ഞാൻ എൻ്റെ എമോഷൻസിന് അടിമയല്ല, എൻ്റെ വികാരങ്ങൾക്ക് അടിമയല്ല, എൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ അഫർമേഷൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്കും ഈ ഒരു നോഫാപ്പ് ജേർണി കണ്ടിന്യൂ ചെയ്യണം, നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ തന്നെ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. ഒരുപാട് പ്രാക്ടിക്കൽ സെഷൻസും ലൈവ് സെഷൻസും ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഞാൻ നൽകുന്നുണ്ടാവുക. വെറുതെ ഒരു മോട്ടിവേഷൻ നൽകുക എന്നുള്ളതല്ലാതെ എന്താണോ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും ഈ സെഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ യാത്രയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനും ലെസ്റ്റ് എന്നുള്ള കാര്യത്തെ മാറ്റി അതിനെ നിങ്ങളുടെ ലൈഫിലെ ലക്ഷ്യങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്ത് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.